വീട്ടില് ഒച്ചയനക്കൊന്നും കാണാനില്ലല്ലോ. ആരുമില്ലേ? അമ്മേ, അമ്മേ, ഉമ്മ ഇതുവരെ എത്തിയിട്ടില്ലേ? ആ, നീ കോളേജ് കഴിഞ്ഞ് വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കോളേജ്? കോളേജൊന്നും കുഴപ്പമില്ല. എല്ലാവരും നല്ല കമ്പനിയാണ്. ഹാപ്പി, അടിപൊളി. അമ്മ എത്തിയിട്ടില്ലേ ചേട്ടത്തി? ഇല്ല, അമ്മ വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ചായ തരുമോ? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഇന്നത്തെ കോളേജ് ലൈഫ്? നിനക്ക് പണിയൊന്നും കിട്ടിയില്ലേ? എല്ലാം പറയാം ചേട്ടത്തി. കുറച്ച് പണിയൊന്നും പറയണ്ട ചേട്ടത്തി, ചെറിയൊരു പണി കിട്ടി. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ സാറ് വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ എനിക്ക് അധികം പണിയൊന്നും കിട്ടിയില്ല. സ്റ്റാർട്ടിങ് ഞങ്ങൾ രണ്ടുപേരും വണ്ടിയൊക്കെ സൈഡാക്കി ക്ലാസ്സിൽ പോകുന്ന സമയത്ത് രണ്ട് പിള്ളേര് വന്നിട്ട് ഞങ്ങളോട് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഞങ്ങളുടെ സാറ് വന്നിട്ട് പറഞ്ഞ് നേരെ ക്ലാസ്സിൽ പോവാന്. അവരെയും പറഞ്ഞയച്ചു. അതുപോലെ ഞങ്ങളോട് വേഗം ക്ലാസ്സിൽ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് കോളേജിൽ എത്തിയത്, അതുകൊണ്ട് രക്ഷപ്പെട്ടതാ. എന്തായാലും നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ. ഞാൻ എപ്പോഴെത്തി? അമ്മ ഇവിടെ ഇരുന്ന് കളിക്കാൻ പോയതാ? അതെ ചേച്ചി, ഞാന് കളിക്കാൻ വേണ്ടി പോയതാ. അപ്പോ അപ്പതേ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? റാഗിംഗ് ഒന്നും കിട്ടിയില്ലേ? ആരും ചേച്ചിന് റാഗ് ഒന്നും ചെയ്തില്ല? റാഗൊന്നും ചെയ്തില്ല അമ്മ. കോളേജൊക്കെ അടിപൊളിയാണ്. നിന്റെ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് പുതിയ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ട്? നിനക്ക് കൂട്ടുകാരികളൊക്കെ കിട്ടിയാ? എനിക്ക് കുറെ കൂട്ടുകാരികളുണ്ട്. എന്റെ സ്കൂൾ അടിപൊളി സ്കൂളാണ്. ഒരുപാട് പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പൊ സ്കൂളില്. സ്കൂളില് നല്ല രസമാണ്, നല്ല ടീച്ചർ. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ പഠിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് കളിയായിരുന്നു. ഞങ്ങൾ കുറെ വർത്താനൊക്കെ പറഞ്ഞ് കുറെ കളിച്ച്. ഇനി നാളെ പോണം. എന്തായാലും നല്ലപോലെ പഠിക്കണം കേട്ടാ. ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ അമ്മ. ചേച്ചി, ഞാൻ കളിക്കാൻ പോവാ. അമ്മ പറഞ്ഞു ചേച്ചി കോളേജ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന്, അപ്പൊ വന്നതാ. അപ്പൊ അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ഞാനും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. എന്നിട്ട് നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ ചേച്ചി. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. ആ അശ്വതിയുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. ഞാൻ എന്തിനാ അവളെ റാഗ് ചെയ്യാൻ വേണ്ടി പോയത്? എന്താവും അവൾ എന്നെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവുക? ചെയ്യേണ്ടിയിരുന്നില്ല. കണ്ടപ്പോൾ അവളേറ്റ് കമ്പനി ആവണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഏത് സമയത്താ എനിക്ക് റാഗ് ചെയ്യാൻ വേണ്ടി തോന്നിയത്? ഇന്നത്തെ കോളേജിലെ കാര്യം ആലോചിക്കുമ്പോഴാണ്, ഇന്നത്തെ കോളേജിലെ കാര്യം മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. സീനിയേഴ്സാന്ന് പറഞ്ഞ് വന്നിരിക്കുക റാഗ് ചെയ്യാനായിട്ട്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ ചെയ്യിക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇന്ന് സാറ് അവിടെ എത്തി. നാളെ ഇനി അവന്മാര് സീനിയേഴ്സാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തായാലും ആ ഷാജഹാന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അവനെ കണ്ടിട്ട് ഒരു പാവാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താ അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത്? ഒരു പ്രാവശ്യം ഞാൻ അവനോട് പേരൊക്കെ പറഞ്ഞതാ. പിന്നെയും വന്നിട്ട് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് ശല്യം ചെയ്യാം. അതും അവൻ എൻ്റെ ക്ലാസ്സിൽ തന്നെയായി. ഇനി നാളെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവൻ്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യും. പക്ഷെ ഇത് എന്താടി നീ ഇങ്ങനെ കോളേജിൽ പോയപ്പോൾ എന്താ ഒരു ആലോചനയൊക്കെ? എൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല ചേച്ചി. കാരണം അവൻ എന്നെ രണ്ടാമതും എൻ്റെ ക്ലാസ്സിൽ തന്നെ അവൻ പഠിക്കുന്നേ. പിന്നെ വീണ്ടും വന്നിട്ട് ഞാൻ അവനോട് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ പേര് പറഞ്ഞതാ. പിന്നീട് വീണ്ടും വന്നിട്ട് ഞാനത് മറന്നു, വീണ്ടും പേര് ചോദിച്ചു. അപ്പോൾ ചെറിയൊരു വഴക്കായി. പക്ഷെ പിന്നീട് കോളേജ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. പിന്നെ അവൻ അവൻ്റെ വീട്ടിൽ പോയി, ഞാൻ നേരെ ഇങ്ങോട്ടും വന്നു. ഇനി നാളെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇതുപോലെ ചെയ്യുമെന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചതാ.
അതൊന്നും അല്ല അതൊന്നും അല്ല അശ്വതി, നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ. ഇല്ല ചേട്ടത്തി, ഞാൻ അത് തന്നെ ആലോചിച്ചത്. അവ ഇനി നാളെ എന്തെങ്കിലും എന്നെ ശല്യം ചെയ്യുമെന്ന്. പിന്നെ അശ്വതി, ഞാനിപ്പോ വന്നത് ഇനി ക്രിസ്മസ് അല്ലേ വരുന്നത്, നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയാലോ ചേട്ടനോട് പറഞ്ഞിട്ട്. ചേട്ടൻ ഇന്ന് എന്തായാലും ഇനി ഡ്യൂട്ടിക്ക് പോകുന്നില്ല എന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് ചെറിയൊരു പർച്ചേസിങ്ങിന് പോയാലോ അശ്വതി?